ഐലൻഡ് അങ്ങനെയാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. ഒരിക്കലും നാച്ചുറൽ എന്ന് തോന്നാത്ത രീതിയിൽ കൃത്യമായ വട്ടത്തിലാണ് ഈ ഒരു തടാകവും ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. അതും അർജന്റീനയിലെ വിജനമായ ഒരു പ്രദേശത്ത്. എൽ ഓഹോ എന്ന പേരിലും ഈ ഒരു ദ്വീപ് അറിയപ്പെടുന്നുണ്ട്. എൽ ഓഹോ എന്നത് ഒരു സ്പാനിഷ് വാക്കാണ്. അതിന്റെ അർത്ഥം കണ്ണ് എന്നാണ്. ഒരു കണ്ണിൽ അതിന്റെ കൃഷ്ണമണി എപ്രകാരം നീങ്ങുന്നുവോ അപ്രകാരമാണ് ഈ തടാകത്തിൽ ആ ദ്വീപ് അനങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് എൽ ഓഹോ അല്ലെങ്കിൽ ഐലൻഡ് എന്നൊരു പേര് വന്നത്. യഥാർത്ഥത്തിൽ ഈ തടാകത്തിനും ദ്വീപിനും പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും? കഥകളിൽ പറയുന്നത് പോലെ അന്യഗ്രഹ ജീവികളായിരിക്കും, അതല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് വന്ന് സൃഷ്ടിച്ചതായിരിക്കും. ഇതൊന്നുമല്ല എങ്കിൽ കാലങ്ങൾക്ക് മുമ്പേയുള്ള നമുക്കറിയാത്ത ഏതെങ്കിലും സംസ്കാരത്തിലെ മനുഷ്യരായിരിക്കും. ഈ പറഞ്ഞതിലൊന്നും കൃത്യമായ തെളിവുകളില്ല, പക്ഷേ തെളിവുകളുള്ള ഒന്നുണ്ട്. ഇത് പ്രകൃതി തന്നെ നിർമ്മിച്ചതായിരിക്കാം എന്ന്. കൃത്യമായ വട്ടത്തിലല്ല എങ്കിലും ഏതാണ്ട് ഇതുപോലുള്ള ഒരുപാട് തടാകങ്ങളും ദ്വീപുകളും നമുക്ക് ഒന്ന് അന്വേഷിച്ചാൽ കാണാൻ സാധിക്കും.